നമസ്കാരം, രേണുസതിയാണ്. അപ്പം ഇപ്പോഴാണ് ഞാനൊരു വോയിസ് കേട്ടെ, ഈ ഷെഫീന തീർത്താത്തയുടെ. ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ, അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. രേണുസുതി സെറ്റിൽ വെള്ളം അടിച്ചോ, ലഹരി ഉപയോഗിച്ചോ, സിന്തറ്റിക് സാധനം ഉപയോഗിച്ചോ, ഇങ്ങനെ ഒരുപാട് ചർച്ച നടക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ വന്ന് കിടന്ന് മെഴുകുകയാണ്. അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ഇല്ല, ഇങ്ങനെയല്ല. എടി നിനക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഇല്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിനക്ക് ബോധമില്ല എന്നും കൂടി നീ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. സീരിയസ്ലി നീ തന്നെയാണ് പല ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുത്തിട്ടുള്ള ഞാൻ മാജിക് മൊമെന്റ് അടിക്കും, എനിക്ക് സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഞാൻ കുനിഞ്ഞിരിക്കുമ്പോഴും അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് മാജിക് മൊമെന്റ് എന്റെ മാജിക് ആയിട്ടുള്ള സംഭവം. അതായത് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ ലഹരി യൂസ് ചെയ്യുമെന്ന്, നിന്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അന്നേ ഞാൻ പറഞ്ഞു ഈ ഓൺലൈൻ മീഡിയാസിന്റെ ഒക്കെ മുന്നിലായാലും നമ്മൾ സോഷ്യൽ മീഡിയയിലായാലും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിച്ചില്ലേ, നാളെ നമുക്ക് ഇതിനകത്ത് തിരിഞ്ഞു കൊത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പൊ നീ വന്നിട്ട് പറയുകയാണ് നീ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കത്തില്ല. അതിന്റെ റീസൺ നീ തന്നെ ഒരു സമയത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് നീ ലഹരി ഉപയോഗിക്കുന്നത്. എടാ ഇപ്പൊ ഞാൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മുറുക്കാനെങ്കിലും ഞാൻ ചവയ്ക്കുന്നുണ്ടാക്കി ഞാൻ എന്ത് ചെയ്യണം? അതെന്റെ പേഴ്സണൽ കാര്യമാണ്. അത് നാട്ടുകാർക്ക് വിളിച്ച് ആഘോഷിച്ച് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഞാനത് പേഴ്സണലായിട്ട് ഹാൻഡിൽ ചെയ്യും. അല്ലാണ്ട് വന്നിട്ട് ഞാനിങ്ങനെ മുറുക്കാൻ ചവയ്ക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ചവച്ചു തുപ്പി നാട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നാട്ടുകാരുടെ മനസ്സിൽ അത് ഉണ്ടാവും എന്നും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു സാധനം ഒരിക്കൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് വെച്ചത് തന്നെയാണ്. പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല, എടുത്ത് കളഞ്ഞിട്ടും മുക്കിയിട്ടും ഒന്നും ഒരു കാര്യമില്ല. അതുപോലെ തന്നെയാണ് രേണുസുതിയുടെ കേസ്. നമ്മൾ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെക്കണം. അല്ലാണ്ട് മാജിക് മൊമെന്റ് ഞാൻ അടിക്കുമെന്ന് അഭിമാനത്തോട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. വോഡ്കയാണ് എന്റെ ഫേവറേറ്റ്, ഒരു കാര്യമില്ല. എന്താ ഈ വെള്ളം അടിക്കുന്നൊക്കെ അഭിമാനമായിട്ടാണോ നീ കാണുന്നത്? കൊച്ചു പിള്ളേരടക്കം നിന്റെയൊക്കെ വീഡിയോസ് കാണുന്ന പിള്ളേരുടെയൊക്കെ മനസ്സിലടക്കം നീയൊക്കെ ഇത്തരം കാര്യങ്ങളാണ് ഇൻജക്ട് ചെയ്ത് വെക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി നീയൊക്കെ കാണിക്കുന്ന പേക്കൂത്തുകൾ ഒരു സൈഡിൽ കൂടി, എന്നാൽ ബാഡായ രീതിയിൽ മറ്റുള്ള പുതു തലമുറ അടക്കം നീയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു സത്യം. അപ്പൊ ഇപ്പൊ വന്ന് കിടന്നിട്ട് കൊണയടിക്കുന്നു ഏതോ ഒരു വേട്ടവാളിയന്റെ ഒരു പുതിയ ആൽബം. അതിൽ ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഹോട്ട് ആൻഡ് സ്പൈസി പറ്റത്തില്ല, എനിക്ക് ലിപ് ലോക്ക് പറ്റത്തില്ല, എനിക്ക് ഡ്രസ്സ് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എടി നിനക്ക് ഡ്രസ്സ് പറ്റത്തില്ല എന്ന് പറയാൻ നിനക്ക് നാണം ഉണ്ടാകും. നീ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപരാധ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒന്നാം തരം പേക്കൂത്തുകൾ കാണിക്കുന്നുണ്ട്. ആ നിനക്ക് എന്താടി യുവമാര് തരുന്ന നിക്കറിട്ടോണ്ട് പോയാ? അതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. അമ്മര് തരുന്ന നിക്കറിട്ടൊക്കെ ഉണ്ട് അഭിനയിക്ക്. പിന്നെ അല്ലാണ്ട് എന്നാലല്ലേ രേണുസുതി എസ്മയിലോട്ടൊക്കെ അടുത്ത് കയറത്തുള്ളൂ. സിഗ്മയിലൊക്കെ കയറി പിന്നെ ഫോൺ സൈറ്റുകളിലൊക്കെ കയറി വലിയ വലിയ ആളാവട്ടെ. നമ്മുടെ ജോണി സിൻസ് ഒക്കെ വരണം, രേണുസുതിയെ തേടി വരണം, ആ സെറ്റപ്പിൽ വളരണം. വെറുതെ വിടരുത്. സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അമ്മച്ചിയാണ്, ഞാൻ മനസ്സിൽ തൊട്ടാണ് പറയുന്നത്. നല്ലപോലെ വളർന്ന് പന്തലിക്കണം. ഇവിടുത്തെ കേരളത്തിലെ മിന്നും താഴമായി മാറണം. അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കണം എലിവരട്ടി. ഒറ്റ മനുഷ്യ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല, പ്രൊമോട്ട് ചെയ്ത് വിടരുത്. ഇതിനെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതിനൊക്കെ ആദ്യം മടലോട്ടി അടിക്കണം. എന്തിനാണ് ഇതൊക്കെ? എന്ത് 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 ക്വാളിറ്റിയുള്ള മെസ്സേജാണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന? ഇതിനെയൊക്കെ വിളിച്ചിട്ട് ഉദ്ഘാടിക്കാനായിട്ട് ഒരു ക്വാളിറ്റിയുള്ള മെസ്സേജ് കൊടുക്കുന്നില്ല പൊതുസമൂഹത്തിന്. പിന്നെ എന്തിനാണ് ഇതിനെയൊക്കെ വിളിച്ച് ഉൾക്കടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സീരിയസ്ലി. അപ്പൊ പറയും നിനക്ക് അസൂയായിരിക്കും അവർക്ക് പൈസ കിട്ടും. എനിക്കൊന്നും അവർക്ക് പൈസ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ അതല്ല നമ്മുടെ ഇവിടുത്തെ മാറ്റർ. ഇവിടെ സൊസൈറ്റിയെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇത്തരം ആൾക്കാർ എന്തിനാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറയാനുള്ള പച്ചയ്ക്ക് മുഖത്ത് നോക്കി അങ്ങോട്ട് പറയും. അതേ എനിക്ക് ശീലമുള്ളൂ കേട്ടെ. അതിപ്പോ എന്ത് തേങ്ങയായാലും അഥവാ നമ്മൾ ഒന്ന് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് മാത്രമായിരിക്കും. അല്ലാണ്ട് വഴിയെ പോണ ഇതുപോലത്തെ കണ്ടം പീസുകൾ എടുത്ത് നമ്മൾ പറയേണ്ടത് ഉറപ്പായിട്ട് തുറന്ന് പറയും. കുറച്ചൊന്ന് ബാക്ക് വലിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരടുത്ത് മാത്രമായിരിക്കും. അല്ലാണ്ട് നമ്മളത് ബാക്ക് വലിയത്തില്ല. അതെന്തുകൊണ്ടാണ്? അതങ്ങനെയാണ്. വേണ്ടപ്പെട്ടവരടുത്ത് ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് റിലേറ്റീവ്സ് ആയാലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും അവരുടെ അടുത്തൊക്കെ നമ്മൾ കുറച്ച് അവരെന്തെങ്കിലും പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണമെന്നല്ല, ഞാൻ അങ്ങനെയല്ല ഒരു മെസ്സേജ് അല്ല തരുന്നത്. എന്നാലും ഞാൻ പറയുന്നത് ഒരു ബഹുമാനം കൊടുക്കാറുണ്ട്, ഒരു റെസ്പെക്ട് കൊടുക്കാറുണ്ട്. അല്ലാണ്ട് ഇതിൻ്റെ അടുത്തൊന്നും ഇല്ല, ആ കീരവത്ത് പരിപാടിയൊന്നുമില്ല. പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിത്തം ഫീൽ അങ്ങിയിരിക്കും, അതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് റെനാസുനയുടെ പുതിയ അഭിനയ കുലപതികളാണ്. ഇത് പുതിയ റീലല്ലോ ആൽബം. അതിന്റെ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പേക്കൂത്താണ്. നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം. ആൽബം ഏത് കൈ ഉടക്കി. എന്നെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിച്ചോ. കഴിഞ്ഞ വീഡിയോ ലൈക്ക് അടിക്കാൻ വേണ്ടി 700 ലൈക്കായി. 1000 അടിക്കും. ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുമ്പോ ഞാൻ തന്നെ സ്വയം ചിന്തിച്ചു തോന്നുന്നു ഞാൻ ആരായിട്ടാണ്. എന്തായാലും രേണുസുതി നീ ആരംഭിച്ചാട്ടെ. നിന്റെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടപ്പോ എനിക്ക് 10 പറയാതെ പോകാൻ തോന്നിയില്ല. വാ പിന്നെ രേണുസുതിയാണ്. നമസ്കാരം. അതറിയാം. പിന്നെ ഇപ്പൊ പറ. ഞാനൊരു വോയിസ് കേട്ടെ, ഈ ഷെഫീന തീർത്താത്തയുടെ. ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത് എനിക്ക് നിനക്ക് ചിരി വരും, നമുക്ക് ചിരി വരും. നീയൊക്കെ എന്തുവാണ് ഇത്? ഏത് യൂണിവേഴ്സിറ്റി? ഇത് പാരലൽ യൂണിവേഴ്സ് ആയി പോയല്ലോ ഇത് മൊത്തം.
ഒരു സമയത്ത് ഞാൻ ഈ യൂണിവേഴ്സിന്റെ അകത്ത് കിടന്നാണ്. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ രക്ഷപ്പെട്ട് വിളിച്ചേടി കേട്ടാ. സത്യം അന്ന് ഇവളെ എനിക്കിട്ടായിരുന്നു അടിച്ചോണ്ടിരുന്നത്. ഗ്യാസ് കൊടുക്കണം, കോലാണ്ടി, മറ്റത് മറിച്ച്, തേങ്ങ, മാങ്ങ, തൊലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ സേഫാണ്, ഞാൻ സേഫ് സോണിലാണ് നിൽക്കുന്നത്. ഇനി എന്നോ എന്താ എന്നെ വലിച്ചകത്തിടണ നമ്മളോടൊന്നും ഒന്നും തോന്നല്ലേ, നമ്മളിങ്ങനെ ഒരു മനുഷ്യന്റെ സോഡാക്കപ്പി പോലും ഞാൻ കട്ടെടുത്തിട്ടില്ല. എനിക്ക് ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള പണക്കാരികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. മനസ്സിലായി, ഷെയ്ക്കല്ലേ, ഷെയ്ക്കുമാരുടെ അടുത്തുള്ള ഷെയ്ക്കിംഗ് അല്ലേ, അതെനിക്ക് മനസ്സിലായി. ഒരുപാട് കോടീശ്വരായിട്ടുള്ള ഷെയ്ക്കുകളായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ ഉണ്ടെന്ന്. എവിടെ? തുഫായിൽ, അങ്ങ് തുഫായില്. അവരുടെ വീട്ടിൽ പോകുമ്പോ അവരെന്നോട് വിശ്വസിച്ച് കയറ്റാൻ പറ്റുന്ന ഒരാള് രേണുവാന്നാണ് പണ്ട്. അയ്യോ, വിശ്വസിച്ച് കയറ്റാൻ പറ്റിയ സാധന ഇട്ടിരിക്കുന്ന അണ്ടർവെയർ വരെ അടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴേ ഫോണ് ചരിഞ്ഞു. വാട്ടേ സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഇട്ടിരിക്കുന്ന അണ്ടർവെയർ വരെ അടിച്ചോണ്ട് പോകും. അതാണ് ഈ ടീമുകൾ. എന്നോട് പറഞ്ഞ ആരുടെ ഒരു സോഡാ കുപ്പിയോ ഒരു മുട്ടായി കവർ പോലും ഞാൻ ആരുടെ അടിച്ചു പറ്റില്ല. ഈവൻ ഈ പറയുന്ന ആഭരണം ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ അഭിനയിക്കാൻ ഞാൻ ഓർണമെന്റ്സ് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഈ മോഡേൺ ഡ്രസ്സിന് വേണ്ടുന്ന ഓർണമെന്റ്സ്, അതായത് ഈ നമ്മള് ഫാൻസി ഷോപ്പിൽ കിട്ടത്തില്ല 45, 20, 30 രൂപയുടെ കമ്മലുകളില്ലേ, അത് അവരെടുത്ത് 2-3 കമ്മലെടുത്ത് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു ഇത് ഇടോ ചെയ്യണോന്ന് പറഞ്ഞു. അത് എന്റെ ബാഗിനകത്തായി. ഇപ്പൊ എന്റെ വില കൂടിയ 4-5 ഷൂസും ചെരുപ്പും എല്ലാം അവിടെ ആയിപ്പോയി, അവരുടെ വീട്ടിലായി. അത് അവർ അടിച്ചു മാറ്റി വെച്ചേക്കുമല്ലോ. എനിക്കങ്ങനെ നിന്റെ 35,000-ന്റെ 45,000-ന്റെ അല്ലേ എടി തള്ളടിച്ച് പോഴി. ഞാൻ നോക്കി നിന്നെ കണ്ട് ഞാൻ അല്ല കയറണം തരിഞ്ഞ്. എന്തിനു അവസാനം നിന്നെയൊക്കെ അടിച്ചെന്ന് പറഞ്ഞ് ഞാൻ ബേഹത്ത് കിടക്കണം. വയ്യടെ, ചുമ്മാ പറഞ്ഞ വിട്ടുകള മച്ചള. കാണുമ്പോൾ ചൊറിഞ്ഞു വരും. ഇവിടെ കാണുമ്പോൾ ചൊറിഞ്ഞു വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ്. എനിക്ക് ചൊറിഞ്ഞു വരും കേട്ടെ. ഇതെന്ത് തേങ്ങ കീഴത്ത്. അയ്യോ, അത് തന്നെ എനിക്കും ചോദിക്കളെ, എന്തൊക്കെയാടേ. പിന്നെ മറ്റേ യൂണിവേഴ്സ് നിങ്ങയൊക്കെ കണക്കാണ്. നിങ്ങളൊക്കെ പറ്റിയ ടീമുകളാണ്. നിങ്ങളിങ്ങനെ ചെളികാരടിക്കുന്നു, നമ്മൾ ഇടയിൽ കണ്ടായിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് ചിരിക്കാൻ ഒരു നേരം പോക്കമായിട്ട് ഞാൻ ഈ യൂണിവേഴ്സിനെ കാണുന്നുള്ളൂ. എന്തായാലും കിടന്ന് മെഴുകുന്നുണ്ട്, നല്ലോണം മെഴുകുന്നുണ്ട്. ഇങ്ങനെ കിടന്ന് മെഴുകി കഴിഞ്ഞാൽ എവിടെ പോയി ഇടിച്ചിരിക്കുന്നു എനിക്ക് ഒരു പിടിയില്ല. നല്ലോണം മെഴുകുന്നുണ്ട് രക്ഷപ്പെടാനായിട്ട്. എന്തായാലും അവരുടെ ലൈഫ് ലിപ് ലോക്ക് ചെയ്യാൻ നിർബന്ധിച്ചു അവരുടെ വൈഫ്. അതായത് ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ലിപ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. ലിപ് ലോക്ക് ചവച്ചരച്ച് കുടിക്കുന്ന പച്ചവെള്ളം പോലത്തെ പിഞ്ച് പിള്ളാതി, നിനക്ക് ലിപ് ലോക്ക് ചെയ്യാൻ പറ്റൂലല്ലേ, നീ ലിപ് ലോക്ക് ചെയ്യില്ലേ, നിന്റെ ഇഷ്ടമാണ് എന്ത് അഭിനയിക്കണം ഏത് അഭിനയിക്കണമെന്ന്. പക്ഷേ ഞാനൊരു പതിവ്രതയാണ് എന്ന നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ അടിപൊളി നാടകം. സ്പഷ്ട. എന്തായാലും നീ അഭിനയിക്കുകയും ചെയ്ത് അത് നിന്റെ ഇഷ്ടം. പക്ഷേ ലിപ് ലോക്ക് പച്ചവെള്ളം പോലെ ചവച്ചു പിടിക്കണ പിള്ള, അത് ഞാൻ അംഗീകരിച്ച് എനിക്ക് കേട്ടപ്പോ തന്നെ ചിരി വന്നു. അയ്യോ, ഇത്രേ പതിവ്രതയായിരുന്നല്ലേ. അങ്ങ് ബഹ്റൈനിലും ദുബായിലൊക്കെ കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ള ടീംസാണ്. ഇത്രേ പതിവ്രതയാകുമെന്ന് വിചാരിച്ചില്ല. പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ പതറിപ്പോയി. അയ്യോ ഒന്നും പണയാണില്ല. എടാ രേണുസുതിയുടെ ലിപ് ലോക്ക് പറ്റത്തില്ല. നമുക്ക് നമ്മുടെ തറവാട്ടിലെ മഹിമ വിട്ട് കളിക്കത്തില്ല. തങ്കം ചേട്ടനാണ് സത്യം, തറവാട് മഹിമ വിട്ട് കളിക്കത്തില്ല. നമുക്ക് ലിപ് ലോക്ക് പറ്റത്തില്ല. ഇത് ആരാടാ? നിന്റെ കളിപ്പിള്ളാണ് രേണുസുതിയുടെ. അതെ, ഉമ്മ കാണിക്കാം. അതപ്പ എവിടെ നിന്നെ ഉമ്മ കാണിച്ചല്ലേ പ്രജീഷേടേ? നിന്നെ ഉമ്മയ്ക്കണോലെ തന്നെയാടേ നിന്റെ അടുത്തും കാണിച്ചത്. നമുക്കൊന്നും അറിഞ്ഞൂടാ എന്ന് വിചാരിക്കരുത്. നോവെല്ലാം ഗണിച്ചറിയുന്നു സർവവും മായ. അത് പ്രജീഷേ ഉമ്മയ്ക്കണോലെ തന്നെയാടാ കാണിച്ച. എല്ലാം വായുവിലായിരുന്ന. വയററിഞ്ഞിരിക്കുന്ന തിന്നത് എന്തെന്നറിയാവോ? ചോറ്. ആ ചോറ് തിന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നോം അറിയുന്നുണ്ട്. നോം വിളിച്ചു പറയണോ? നിങ്ങൾ പറയൂ. എന്തായാലും ലിപ് ലോക്കിലോട്ടോ. അങ്ങേരോട്ട് ലിപ് ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങേരെ വൈഫ് നിർബന്ധിക്കുകയാണ്. എടി ചെയ്യടി എനിക്ക് കുഴപ്പമില്ലടി, നീ ചെയ്യടി, നീ അടിക്കടി. ഈ സെറ്റപ്പ് എന്തുവാണ്? ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ പറയരുത്. അമ്മാതിരി സൈറ്റിനും ഒരു നിലയും വിലയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ പോയി ഇവിടെ നശിപ്പിച്ച് ഇവിടുത്തെ സോഷ്യൽ മീഡിയ നശിപ്പിച്ച് ഇനി അങ്ങോട്ടും പോയി അവിടെ നശിപ്പിച്ചോ. അവിടെ പോകട്ടെ, അവിടെ ഉള്ള കാര്യമാണ് പറയുന്നത്. കൂടും എടുത്തോണ്ട് അങ്ങോട്ടോ. ഇവിടെ വേണ്ട, ഇവിടെ നിന്നെ നിരോധിക്കണം. ഉള്ള കാര്യം പറയണം, ബേൺ ചെയ്യണം. കണ്ടു മടുത്തടാ സത്യം. മെമ്പർഷിപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങോട്ട് പോകുന്നു. പിന്നെ എല്ലാ സുനിയേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം അതും ഇരുന്നു. പേര് മാറ്റി രേഷ്മ തങ്കച്ചവനാക്കിയപ്പം അതുമായി.
എന്തുവാടാ, ഞാൻ തളർന്നടാ. എനിക്കില്ലേ ഒരു പരിധി എല്ലാത്തിനും. പണ ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നെ ആ ഡ്രസ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ അറിയാം, അവരിറക്കിയ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഡ്രസ്സിൽ ഞാൻ ചെയ്യൂല, കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് ഞാൻ ഇത് ചെയ്യൂല എന്ന് പറഞ്ഞു. ഇത്രയും നല്ലവളായിരുന്ന രേണു സുധീനെ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല നിങ്ങൾ ആരും? എനിക്ക് വയ്യ. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയും പർദ്ദയും തന്നാൽ മാത്രമേ ഞാൻ മത്സരിക്കുള്ളൂ, അഭിനയിക്കത്തുള്ളൂ. ഈ രേണുവിനാണ് നിങ്ങൾ സംശയിച്ചാട്ടോ. സീരിയസ്ലി ബോറായി പോയി, വളരെയധികം മോശമായി പോയി. ഇത്രയും നല്ലൊരു സ്ത്രീയെ നിങ്ങൾ എല്ലാവരും കൂടി വലിച്ചു കയറി ഒട്ടിച്ചു കളഞ്ഞല്ലോ. അത് ഇറ്റ്സ് നോട്ട് ഫെയർ. ഇത്രയും നല്ല കുലീനതയുള്ള സ്ത്രീയായിരുന്നു നിങ്ങൾ പൊതുസമൂഹം മൊത്തം വലിച്ചു കയറി ഒട്ടിച്ചത്. വളരെ മോശമായി പോയി. കുറെ നേരം മിണ്ടുന്നത്. അപ്പം അവരുടെ നാടകം കഴിഞ്ഞു. അതായത് ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ തെറുത്താത്ത കള്ളി മറ്റവൾക്ക് കൊടുക്കാനുള്ള വീഡിയോ ആയിരുന്നു ഇത്. ഇവര് ആ മറ്റവള് ഇനിയിപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ ആൽബത്തിന് വിളിക്കുന്ന എനിക്ക് പേടിയുണ്ട്. കാരണം ഇവരുടെ പറവിലുള്ള ചതിപ്പുലിയാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ആര് വിളിച്ചാലും ഞാൻ അറിയാവുന്നവരെ വിളിച്ചാൽ മാത്രമേ എന്റെ മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്ത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അതെ മാനേജർ കൈഷ്മയല്ലേ? ഒന്ന് വിളിച്ചാലോടി എന്റെ അരികിലെത്തും, ഒന്ന് രേണുവിനെ കണ്ടാൽ എന്റെ മിഴി നിറയും, ഒന്ന് ഓമനിച്ച് വേണ്ട പാട്ട് വരി മാറിപ്പോയി, അങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. എന്തായാലും ഒന്ന് വിളിച്ചാലോടി എന്റെ അരികിലെത്തും, അത് മതി. എന്തായാലും ഇനി ആൽബത്തിലോട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാദം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ നോക്കിക്കോ. ഇത് ഞാൻ പറയുന്നത് തെറ്റത്തില്ല. ഞാൻ നേരത്തെ പ്രഡിക്റ്റ് ചെയ്ത് ഓരോന്ന് പറയും. എന്റെ പ്രഡിക്ഷൻ തെറ്റാറില്ല. ഇത് ഈ പുതിയ ഇറങ്ങാൻ പോകുന്ന അപരാധ ആൽബത്തിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇവളുമാരെല്ലാം കൂടി ചെയ്യുന്ന ഒരു ഉടായ്പാണ്. അതത്രേ ഉള്ളൂ. ലിപ്ലോക്ക് അഭിനയിക്കാത്ത പച്ചവെള്ളം ചവച്ചു കുടിക്കണ പിഞ്ച് പിള്ള ആൾ അഭിനയിക്കില്ല, അഭിനയിക്കാൻ പറ്റൂല, ജീവിക്കാൻ പറ്റും. എന്നെ കൊണ്ട് വാ തുറപ്പിക്കില്ല. എന്റെ പ്രജീഷുട്ടാ എന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത്. മുന്തിരി അവന് കടിച്ചെടുക്കണം. അയ്യാ ആരാടാ അത്? മുന്തിരിയാണ് കടിച്ചെടുക്കണം, മുന്തിരിക്കണം, ചഞ്ചനിക്കണം മുന്തിരി മനത്തെ മരക്കുട്ടല്ലോ. അതെന്നറിയണോ? അപ്പൊ ക്യാമറമാൻ എന്നോട് വന്നിട്ട് അയാളുടെ പേരെനിക്കറിയില്ല, പുറകെ നിന്നുള്ള ആംഗിൾ അറിയിക്കുന്ന രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പറ്റത്തില്ല. അപ്പൊ ഈ കള്ള വിപിൻലാൽ എന്ന് പറയുന്ന ഈ കള്ള അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞ നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിപിൻലാലിടെ നീയൊക്കെ അപരാധോടെ എസ്മയാണോ ഷൂട്ട് ചെയ്യുന്ന അപരാധി മക്കളെ? എന്തുപാടാ നമ്മുടെ രേണുവിനെ നീക്ക് അങ്ങനെ വിചാരിച്ചു? രേണു ഉണക്കാക നാ നിപ്പ உனக்கு ஏதாவது ப்ராப்ளம்னா விழுங்க கூப்பிடுங்க அண்ணன் மாதிரி வர வேண்டாம், കോപ്പ് വരും ഞാൻ. ഓക്കെ. അപ്പൊ വിപിൻലാൽ ഡേയ് നീക്ക് എന്ത് വേണ്ട, നമ്മുടെ രേണുവിനെ വെച്ചിട്ട് നീക്ക് അപരാധം പിടിക്കാന്ന് വിചാരിച്ച? നടക്കില്ല. പിന്നെ വിപിൻ അണ്ണന്റെ ഭാര്യയാണ് എല്ലാത്തിനും നിർബന്ധിക്കുന്നതെന്ന് പറയുന്നു. ഭർത്താവിനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഭാര്യ. അയ്യോ ദാസപ്പനും പ്രജീഷിനെയൊക്കെ പറയുമ്പോ എന്താ രേണുവിനൊരു ഒരു ഡൗണ്. പ്രജീഷേ സുഖമല്ലടാ നിനക്ക്? നിന്നെ കുറിച്ച് ഞാനൊന്നും അറിയില്ലെന്നില്ല എന്ന് വിചാരിക്കരുത്. നിന്റെ ഭാര്യ ഇതെല്ലാം അറിയുന്നില്ല എന്നും ഞാൻ അറിയുന്നു. കൊള്ളാം. എല്ലാം വരാൻ പോകുന്ന വിഷയങ്ങളുടെ ഐശ്വര്യം. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്. എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ചു വെച്ച് എനിക്ക് നിങ്ങളെ എടുക്കാൻ സമ്മതിക്കില്ല. யாரா நம்ம தங்கத்தை காலு கவச்சு வைக்க சொல்ற? யாரா திருட்டு மூஞ்சுடா ரெண்டு காலு கவச்சு வைக்கண்டா. தப்பெல்லாம் பேசக்கூடாது, தப்பு. അയ്യോ കാലെടുത്ത് കാണിച്ച് മെമ്പർഷിപ്പിൽ വീഡിയോ ഇടാൻ മാത്രമേ രേണുവിന് അറിയൂ. അഭിനയിക്കാൻ അറിയില്ല, ജീവിക്കാൻ മാത്രമേ അറിയൂ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന രേണുവാണ്. ജീവിക്കാൻ അറിയാവൂ കാല് കവച്ച് വെച്ച്, പക്ഷെ അഭിനയിക്കാൻ അറിയില്ല. അങ്ങനെ നീയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞ എന്തിന്? ജീവിക്കാൻ പറയാത്തത് കേൾക്കുമായിരുന്നു. സത്യം. കാല് ഒക്കെ എടുത്ത് വെച്ച് മെമ്പർഷിപ്പിൽ വീഡിയോ ഇട്ട് നമ്മൾ 2 ദിവസം മുമ്പ് റിയാക്ട് ചെയ്തല്ലേ ഉള്ളൂ. സത്യം. അമ്മച്ചാണ് നീ അഭിനയിക്കടി, ജീവിക്കും. ഇത് പറയാനായിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ജാസി പണ്ടേ സിനിമയ്ക്ക് ചാൻസ് കിട്ടിയത്, ജാസിയുടെ കൂടക്കാരെ വിളിച്ചു വന്നത്, അതുകൊണ്ട് ജാസി പോയില്ല. അങ്ങനെ ഒരു കാട്ടുമുണ്ടാവൻ. അതുപോലത്തെ ഒരു സാധനമാണ് ഇപ്പൊ അടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവള് പതിവ്രതയാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്, വേറെ ഒന്നുമില്ല. ഒരു തേങ്ങയും ഇല്ല. ചുമ്മാ കിടന്ന് ഉരുളാതെ വേണം. ഏച്ചി പോയി കവന്നാണ് ഉറങ്ങാൻ നോക്ക്. എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് ബുക്കളിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു.
ഹൈ നീ എന്തുവാടെ ആൽബോടെ പിടിക്കണ എ ക്ലാസ് ആൽബോ പിടിക്കുന്നത്? ഇതിനേക്കാളും നല്ലത് നമുക്ക് മലയാളി പൊളിയാണ്. അത് വിട്. നീ ആൽബം തന്നെയാണോ പിടിക്കുന്നത്? എല്ലാം എനിക്ക് മനസ്സിലാവുന്നു. നിനക്ക് പൊക്കളിലും മുന്തിരി വെച്ചിട്ട് കടിക്കണം അല്ലടാ കടയാടി മോനെ. ആൽബം ഓടാണത്. ഇത് എസ്മയാടാ, സിഗ്മ, അതിന്റെ വേറെ യൂണിവേഴ്സ്. എന്നിട്ട് പേര് ആൽബം പോലും. മ്ലാച്ചം, നിനക്ക് പൊക്കളിലും മുന്തിരി വെച്ച് കടിക്കണല്ല നായിന്റെ പട്ടി മവനെ. ഞാൻ അയാളെ മദ്യപിച്ച് അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റ് വലിച്ചില്ല, മദ്യവും കഴിച്ചില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരോട് എനിക്ക് ഇവര് ചായ പോലും പച്ച വെള്ളം പോലും ഇവര് തരാറാണ്. ചായ പോലും വൈകുന്നേരം ആയപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് ചായയും ആ താഴത്തെ കടയിൽ അറിയാൻ ചായയും പരിപ്പോടെ മാത്രമാണ് ഞാൻ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചത് അതിട്ടാണ് തിരിച്ചു വന്നത്. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഞങ്ങളുടെ രേണുവിനാണല്ലോടാ നീയൊക്കെ. വിട്ടില്ല. ഇനി ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റത്തില്ല ഇമാതിരി ഡ്രസ്സിങ് എന്ന് പറഞ്ഞു. ഇനി രേണുവിന്റെ ചാറ്റ് ഞാനൊന്ന് കൊടുക്കാം. കുറെ ഫോട്ടോസ്, ആ ഫോട്ടോസിലെ ഡ്രസ്സൊക്കെ കണ്ടല്ലോ. വയ്യ, ഇതാരടാ ഗിസേൽ തക്കളാളാ. എന്തായാലും ഇമാതിരി ഡ്രസ്സൊക്കെ ഇതൊക്കെ സെറ്റ്. എന്നിട്ട് രേണു അവിടെ എന്തോ വോയിസ് അയച്ചിട്ടുണ്ട്. നേരത്തെ കിട്ടൂല്ലേ ഷേപ്പ് ചെയ്യാൻ പറ്റിയ പാട്ട്. ഇതെന്തുവാ? നേരത്തെ കിട്ടൂലേ ഷേപ്പ് ചെയ്യാൻ പറ്റി പാട്ടാ? എന്ത് തേങ്ങയടി നീ അടിച്ചു വെച്ചിങ്ങനെ? ഷേപ്പ് ചെയ്യാൻ പറ്റിയ? നേരത്തെ കിട്ടിയാലേ ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷേപ്പ് അങ്ങനെ ചാറ്റ് ചെയ്ത് ഇവളാണ് പറയുന്നത്. അയ്യോ ഞാനിപ്പോ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടൂലെന്ന്. എടി തൊള്ളാതെ കഴിച്ച് പോടി കൊച്ചു കൂട്ടുകുറുമ്പി. ഞാനെന്താ പറയുന്നില്ലേ കൂലിപ്പാട്ട് റൗണ്ട്സ്. ഞാൻ പറഞ്ഞെന്നായി പോലെയാണോ? പിന്നെ നിനക്ക് വിഷമമായി, പിന്നെ അതായി ഇതായി. ലിപ് ലോക്ക് വേണമെന്ന് ലൊക്കേഷനിൽ എത്തിയപ്പോൾ ആൺ പറയുന്നു. ഏത് ആൺ? പറ. ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ലിപ് ലോക്ക് പറ്റൂലെന്ന് നമ്മുടെ രേണു ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കടാ ഇവിടെ ലിപ് ലോക്ക് അടിക്കണം എന്നുള്ളവന്മാര് മാറി ഒറ്റയ്ക്കിരുന്ന് അടി. വല്ല വാഴപ്പെട്ടിയിൽ പിടിച്ചു വെച്ചടി. നമ്മുടെ രേണുവിന് ലിപ് ലോക്ക് പറ്റില്ല. വല്ല ചെയ്യണ്ട, കേസ് കൊടുപോയി. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തേന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല ഫോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അന്ന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നെ ആ ഡ്രസ് മെമ്പർഷിപ്പ് ഒക്കെ തുടങ്ങിയല്ലേ, സിമിയ ഖലീഫയായി മാറാമായിരുന്നു. ഇങ്ങനെ വെച്ചടി കയറി വരാമായിരുന്നു. പക്ഷെ എല്ലാം പോയി. കഥകടച്ച് കുറ്റിയിട്ടു. എന്തില്ലേ? മനസ്സിലായി. അവിടെ എന്തെങ്കിലും ശാരീരികമായ ഉപദ്രവങ്ങളോ വല്ലതും നടന്നിട്ടുണ്ടോ രേണുവിനെതിരെ? അത് നടന്നേനെ കൂടിയിട്ട്. അതായത് കുറെ എന്റെ സുഹൃത്തുക്കളായാലും മീഡിയക്കാരും പുറത്തായിരുന്നു അവരല്ല. ഈ ഷഫീന ബീവി എന്ന് പറഞ്ഞ ഇപ്പൊ മനസ്സിലായോ? ഷഫീന ബീവി ഓരോരുത്തടുത്ത് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് എനിക്കെതിരെ. ഇവര് പലയിടത്തും കൊട്ടേഷൻ. ബേസിക്കലി എല്ലാവരും കണക്കാം. അത് പറയണമെന്ന് തോന്നിയിട്ട് അതിന്റെ ഇടയിൽ കൂടി കൂടുതൽ വിവരിക്കല്ല, കണക്കാം. ഇവൻ ഈ വിപിനാലും അവനും മാറി അവന്റെ കൂടെയുള്ള ഒരു അസിസ്റ്റന്റും അതുപോലെ ഇവന്റെ വൈഫും അതുപോലെ വേറൊരു ക്യാമറമാനും മാറിയും തിരിഞ്ഞു എന്നെ കൺവിൻസിങ് ചെയ്തോണ്ടിരിക്കും. കടകടച്ച് കുത്തിയിട്ടിട്ട് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ പേടിച്ചു പോയി. പക്ഷെ എനിക്കൊരു ഉള്ളിലൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് സത്യം പറഞ്ഞ ഞാൻ ഉള്ളിൽ സുനിച്ചേട്ടനായിരിക്കും അല്ലേ? അറിയാം, സുനിച്ചേട്ടന്റെ ധൈര്യം. മനസ്സിലായി. എന്റെ പൊന്നു ഷിനിട്ടോ ചാടിപ്പോന്ന് ഇത്രയും ബഹളം വെച്ചത് അതുകൊണ്ടാണ്. ഇവര് നിന്ന് പറയാം ആ ഡ്രസ്സ് എടുത്ത് ആ ഡ്രസ്സില് നീ ചെയ്യാവുന്ന ശരീരഭാഗം മുഴുവൻ കാണിക്കുന്ന ഡ്രസ്സ്. എനിക്ക് എന്തായാലും തെളിവ് വേണമല്ലോ. ഞാൻ കഥ കുറ്റിയിട്ടിട്ട് ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരണം എനിക്കത് ആ ഡ്രസ്സിന് എനിക്ക് പറ്റത്തില്ല. ഡ്രസ്സല്ല നാക്കോടിയാ എന്നെ കൂടി ധരിപ്പിക്കാനുണ്ട്. ഡ്രസ്സല്ല. സോ പതത്തറ്റിക് സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ പരിപാടി. എനിക്കറിയാം എവിടെയോ എന്തോ ഒരു ചതി മണത്തോടാണ് ഞാൻ ആ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത്. അത് ഇട്ടുകൊണ്ട് ഞാൻ ആൽബം ചെയ്യത്തില്ല. ഇനി അത് സിനിമയാണെങ്കിൽ പോലും എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ലെന്ന് തന്നെ പറഞ്ഞു. ഇപ്പൊ വിളിക്കും, ഓടിപ്പോ നോക്കിയിരി. സിനിമയിലല്ലേ? മിക്കവാറും അടുത്ത ആഴ്ച തന്നെ വിളിക്കും നിന്നെ. തള്ളി മറിക്കാതെ എനിക്ക് പോയാണ്ടും പിള്ളേ. കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാള്. ഞാൻ ശരി ചേട്ടാ മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. ഞാൻ രാശക്കേമിയിൽ ഞാൻ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് ഷേക്കിനോടൊപ്പമായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ശരി രണ്ടു ഞാൻ വിളിച്ചുതരാം. അപ്പം
ഓ പിന്നെ നമ്മളെ രാസക്കൈമേലായിരുന്നു മൊത്തം ഇച്ച് ബോഡി രാസക്കൈമ നിങ്ങൾക്ക് അറിയാലോ 40 ഞാൻ കളി ഞാൻ കുപ്പി ഇങ്ങോട്ട് എത്തണില്ല അല്ലെങ്കിൽ എടുത്ത് എറിഞ്ഞു തന്നാനാ കോപ്പ് തള്ളു അല്പത്തനം. കഴിഞ്ഞ വീഡിയോയിലെ വച്ച് ഇനി ഇവിടെ കൂട്ടുകാരി സഖി എത്തിയിട്ടുണ്ട്. എന്തിനും ഏതിനും സമീപിക്കുക സച്ചിന. രേണുവിന്റെ ആപത്ത് വന്നാൽ അപ്പ ഇറങ്ങിക്കോളും വെളുപ്പിക്കാനായിട്ട് സ്വയം വന്ന് നാട്ടുകാരെ ചീത്തവളി വാങ്ങിച്ചു പോകുന്ന ഒരു പുന്നാര ചേച്ചി. ഇത് പാട്ടായിട്ട് എപ്പിസോഡായിട്ട് ഇറക്കി കിഴക്കാനായിട്ട് ചിരിക്കുകയാണല്ലേ ചേച്ചി. കൊച്ചു കള്ളി ഇതെന്താ? അതെ ഇടും നന്നായിട്ടുണ്ട്. ഓ പിന്നെ നമസ്കാരം. ഓ പറ. നമ്മള് ഒരുപാട് അങ്ങ് ക്ഷമിക്കാൻ സഹിക്കുകയും പിന്നല്ലാണ്ട് അതങ്ങ് മുതലാക്കി ഓരോരുത്തരുടെ അവരുടെ തൊഴില് നമ്മളെ അങ്ങ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഈ 3 അവളൊരു ഈ തെറിന്ന് പറയുന്നവൾ തെറിത്താത്ത എന്ന് പറയുന്ന ഡാഷ് മോൾ അവളൊരു 3 വീഡിയോളം ഇപ്പം ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ആ 3 വീഡിയോക്കകത്തും ഇവളെന്നെ പക്കയായിട്ട് എന്നെ ആ മറ്റേ പേര് വിളിക്കുന്നുണ്ട്. അതായത് ഇവള് നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലുണ്ടല്ലോ പടക്ക കമ്പനി, ആ പടക്ക കമ്പനി എന്ന് പറഞ്ഞ് ചേർത്ത് എന്നെ പറയുന്നുണ്ട്. ഞാനത് പോട്ടെന്ന് പറഞ്ഞ് ഞാൻ വേണ്ടാന്ന് വെക്കുക. റിപ്ലൈ കൊടുക്കാൻ എനിക്ക് അനുകൂലം വയ്യത്തുണ്ടല്ലോ, ഞാനങ്ങ് വേണ്ടാന്ന് വെക്കുക. അവളെ ഞൊളപ്പിന് ഒരു പരിഹാരം ഇല്ല. എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും ദയവ് ചെയ്ത് ആരെങ്കിലും ഈ പടക്കക്കടയ്ക്ക് ഒരു പൂത്തിരിയെങ്കിലും കൊണ്ടുവന്ന് കത്തിച്ചോട്. ഇവളൊന്ന് ഒതുങ്ങട്ടെ. ഇച്ചിരി പൂത്തിരിയുടെ ഒരു വെട്ടമെങ്കിലും കാണുമ്പോ ഒന്ന് ഒതുങ്ങുന്നെങ്കിൽ ഒതുങ്ങിക്കോട്ടെ. പടക്കക്കടയും കൊണ്ട് ഇവളിങ്ങനെ ഓടി പറന്ന് നടക്കും. പക്ഷെ ആരും മേടിക്കുന്നില്ല പടക്കം. എന്ത് ചെയ്യാനാ? ഇപ്പോഴും അവള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. അതാണ് ചിന്നക്കട വെടിയുടെ ഏജന്റ് ആരാ? നിന്റെ ഉമ്മായും നീയുവാ. അത് മനസ്സിലായില്ലേ? എത്ര രൂപ അവിടെ തരുന്നത് നിനക്കല്ലേ അറിയത്തോളടി. അയ്യോ നമ്മളില്ലേ മ്ലാച്ചം നോമില്ലേ നോം ഇത്ര മ്ലേച്ഛം കാര്യങ്ങളൊന്നും കേൾക്കാറില്ല. നോമിന്റെ കാര്യം നോക്കി മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകരുത്. നിങ്ങൾ തെറി വിളിക്കോ. നമ്മളില്ലേ നമ്മളൊന്നും കണ്ടിട്ടില്ലേ രാമനാരായണ. നമ്മളിതെല്ലൊന്നും ഉൾപ്പെടുത്തല്ലേ. നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാ. ഞാൻ കുടുംബമല്ലാട്ടോ, സിംഗിളാണ്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഐ എം സിംഗിൾ അതായെങ്ക് ഓ ദിസങ്ക് നാന്താക്കിങ്ക് എന്തരായാലും കൊള്ളാം തള്ളെ കലിപ്പുള്ള തീരണില്ലല്ലോ അമ്മച്ചിയേ. ബാ അപ്പൊ രേണുസുതി സുഖല്ലേ? എന്താണ് ലിബ്ലോക്ക് അഭിനയിക്കൂല, ഡ്രസ്സിങ് പറ്റൂല. രേണുസുതിക്ക് ജയ്. രേണുസുതി ഫാൻസ് അസംബിൾ പ്ലീസ് കമന്റ് ബിലോ ഗൈസ്. എന്തായാലും ഞാൻ ഇതൊരു കോമഡി പീസായിട്ട് എടുത്തിട്ടുള്ളൂ. കുറെ കൂട്ടം അപരാധങ്ങൾ കടന്ന് അവരാധിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ചിരിച്ചു കണ്ടതായിരിക്കുന്നു. ചിരിക്കാനല്ലാണ്ട് എന്താ. പിന്നെ വേറൊരു കേസ് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം നോക്കണ്ട. ഇതിന്റെ ഇടയിലെ നല്ലൊരു സാധനമെല്ലാം കിട്ടിക്കഴിഞ്ഞ് എടുത്തങ്ങ് കഥം. ഇപ്പൊ പോട്ടെ, പുതിയൊരു വീഡിയോ ഇട്ടണം. ഇനിയെങ്കിലും ചെയ്തു പോയ തെറ്റുകളെല്ലാം തെറ്റുകളാക്കി മാറ്റിക്കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ലൈഫിലേക്ക് ജീവിക്കണം. അപ്പൊ പാകല്ലാം പുതിയൊരു വീഡിയോ ഇട്ടണം.